വെൽക്കം ബാക്ക് ടു കിച്ചൺ ടീൽസ്. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 4:30 ആയപ്പോൾ അവിടെ തന്നെയുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ ഞങ്ങൾ അവരുടെ ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് പോയി. നിങ്ങളാരെങ്കിലും വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മസ്നോഡി വിസിറ്റ് ചെയ്യാൻ ഈ മെയ് മാസം പെർഫെക്റ്റ് ആണ് കേട്ടോ. നീതു ഉങ്ക പേരെന്ന് നീതു. നല്ല പേരല്ലേ, ഗുണലരസി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പേര്. പവിത്രയാണ് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ പോണേ. പവിത്രയുടെ മക്കളെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന കാരണം ഇപ്പോൾ പുറത്ത് വെച്ച് കുക്ക് ചെയ്യാണ്. അല്ലെങ്കിൽ സാധാരണ ഇവരകത്ത് വീട്ടിലെ ഉള്ളിലെ കിച്ചണിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തൊന്നും അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല എന്നാൾ പറഞ്ഞത്. ഇവരുടെ വീട് ഒരു മിനി ഫാം പോലെയാട്ടോ. പശു, കോഴി, താറാവ് എല്ലാം ഉണ്ട്. ഇവരുടെ കുക്കിങ്ങിൽ കൂടുതലും ഓയിലൊന്നും യൂസ് ചെയ്യാതെ കുക്ക് ചെയ്യുന്നേട്ടാ. ആൻഡ് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റിയും ഭയങ്കര കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആളൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ അരി ഉണ്ടല്ലോ, പച്ചരി, അതിങ്ങനെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചു. ഓയിലൊന്നും ഇല്ലാതെ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ മാറ്റി വെച്ചു. എന്നിട്ട് സവാളയും തക്കാളി ഇങ്ങനെ ഉണക്കമുളകും കൂടിയായിട്ട് ഇങ്ങനെ ചുട്ടെടുത്തു. ഉങ്ക ഭാഷ തമിഴാണ്, തമിഴിലെ പേസ. മുളകും ഇപ്പിടി ഇതാണ് ചുടണം. ഇത് ഇവിടെ ഉണ്ടായതാണ്. ഈ ചീരയാണ് இந்த கீரை வந்து தனியே வேவிக்க தனியா இது வெட்டி போட்டு இது வெட்டி போட்டு சால்ட் போட்டு அது ஆயில் எல்லாம் ஊற்ற மாட்டாங்க. ஆயில் ஒரு சொட்டு கூட இதுல சேராது. മനാച്ചി എന്തായാലും നമ്മുടെ ഗുണലരസിയായിട്ട് ഭയങ്കര കമ്പനിയായി. ഭയങ്കര സ്മാർട്ടാണ് ആളെന്തായാലും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗുണലരസീനെ. ആ പേര് പോലെ തന്നെ എല്ലാ ഗുണങ്ങളും ഉള്ള പോലത്തെ ഒരു കൊച്ച്. നല്ലൊരു എന്താ പറയുക, എനിക്ക് ഭയങ്കര നല്ലൊരു ഓമനത്വം തോന്നുന്ന മുഖം. കുറേ നാളെ ഇങ്ങനത്തെ ഒരു ഇന്നസെൻറ്റ് ഫേസ് കണ്ടിട്ട്. സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. എല്ലാം അതൊക്കെ നന്നാ സൂപ്പർ. இந்த அக்காக்கு டான்ஸே வராது. ஒரு டான்ஸ் பண்ணு. தெரியல உங்களுக்கு பிடிக்கும் പൊറോട്ട? ഈ ചീരയിൽ അവർ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല. നേരെ ഈ ചീര ഇതുപോലെ കട്ട് ചെയ്തിട്ട് നേരെ ചട്ടിയിലോട്ട് ഇടുക. ആൻഡ് പച്ചമുളകും സവാളയും മാത്രമേ ഇട്ടിട്ടുള്ളൂ, സോൾട്ടും, അത്രയേ ഉള്ളൂ. ആദ്യം ഞാൻ ഓർത്തത് ഇവർ വേറെ പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും കഴിക്കില്ല, ഇവരുടെ തന്നെ ടോട്ടലി വേറെ കുക്കിംഗ് തന്നെയാണെന്ന് ഓർത്തെ. ബട്ട് നൂഡിൽസ്, വീക്കെൻഡിൽ നൂഡിൽസ് കഴിക്കും, പൊറോട്ട കഴിക്കും, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പഴയ പോലെ അല്ല, ഇപ്പം എല്ലാം മാറിയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവർ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഇത് അവരുടെ സ്പെഷ്യൽ. ആൻഡ് നമ്മുടെ ഗുണലറേസിയുടെ ഫേവറേറ്റ് നമ്മുടെ മാഗി നൂഡിൽസാണ്. ഇവരുടെ സ്കൂളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. ആൻഡ് ഇവരുടെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ട് ഊട്ടിയിൽ. അപ്പോൾ രാവിലെ പോവും, ഉച്ച കഴിഞ്ഞിട്ട് ഒരു 5:30 ആകുമ്പോൾ തിരിച്ചെത്തും ക്യാരറ്റിൻ്റെ ഫാമിൽ. ഇനി അവരുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നേരത്തെ വറുത്ത് വെച്ച ആ അരിയും ചുട്ട സവാളയും ഉണക്കമുളകും തക്കാളിയും കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ അമ്മിക്കല്ലിൽ അരയ്ക്കും, ഉപ്പും കൂടി ഇടും, അത്രയേ ഉള്ളൂ. വെളിച്ചെണ്ണയൊന്നും ആഡ് ചെയ്തില്ല. അവിടെ വേണമെങ്കിൽ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും എന്ന് ഞാൻ ഓർത്തു. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും സമാധാനമുള്ളൊരു വീട് കണ്ടിട്ടില്ല കേട്ടോ. ഒരു കാര്യം എന്തായാലും ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഒരു 2 മാസം കൂടുമ്പോൾ ഇതുപോലെ മസ്നഗുഡി അല്ലെങ്കിൽ നമ്മുടെ ടൗണിൽ നിന്ന് മാറി എങ്ങോട്ടെങ്കിലും മാറുമ്പോഴേ നമ്മുടെ തലയും വർക്ക് ചെയ്യുള്ളൂ. വർക്കായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ തന്നെ കിട്ടുന്നത്. സാധാരണ ഞാൻ എൻ്റെ വീട്ടിലാണ് ഏറ്റവും നല്ലൊരു യോജിപ്പും സമാധാനമൊക്കെ ഉള്ളതെന്ന് ഞാൻ വെറുതെ ചുമ്മാ അങ്ങനെ ആലോചിച്ച് വെച്ചേക്കായിരുന്നു. ബട്ട് ഇവിടെ വന്നപ്പോഴേ ഇവിടെ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ജെല്ലിങ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചുമ്മാ അല്ല പവിത്ര ഇത്രയും ഫിറ്റായിട്ടിരിക്കണേ. ഈ ഒരു ഇരിപ്പ് ആളൊരു അരമണിക്കൂറെങ്കിലും ഈ ഒരൊറ്റ പൊസിഷനിൽ ഇരുന്നിട്ടുണ്ടാവും. ഞാൻ ചുമ്മാ ഒന്ന് ഇരുന്ന് നോക്കിയിട്ടോ, ബട്ട് ഒരു 5 സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റിയില്ല അങ്ങനെ. ഉപ്പൊന്നും ആഡ് ചെയ്യാതെയാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. ഉപ്പും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ
കുറേ കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ബട്ട് ഉപ്പ് ആഡ് ചെയ്തില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തു, കുറേ അധികം നേരം മിക്സ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒരു ബോൾ പരുവത്തിലാക്കിയെടുത്തു. പണ്ടൊക്കെ ഇവർ ഡെയിലി ഉണ്ടാക്കുമായിരുന്നു, ബട്ട് ഇതിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇത് മസ്റ്റായിട്ട് അവരവിടെ വീട്ടിലുണ്ടാക്കും. ആൻഡ് ഇത് ഏത് ഡിഷിൻ്റെ കൂടെ, ചിക്കൻ കറിയുടെ കൂടെയൊക്കെയാണ് ഇപ്പോൾ കഴിക്കണതെന്ന് പറഞ്ഞ്. ചിക്കൻ കറിയുടെ കൂടെ വേണമെങ്കിൽ നല്ലതായിരിക്കാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ കറിയുടെ കൂടെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ലതായിരിക്കും അത് ചിലപ്പോൾ. നോ പ്രോബ്ലം അങ്ങ് വെച്ചു. ജിജോന് ആ ചീരപ്പൊരിയലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് ഓയിലൊന്നുമില്ല, പക്ഷെ എന്നാൽ തന്നെ ഭയങ്കര നല്ല ഫ്ലേവറായിരുന്നു. അത് ഫ്രഷ് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീര കൊണ്ട് ഉണ്ടാക്കി, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഞങ്ങളുടെ ട്രിപ്പിൽ മെയിൻ പണി കഴിക്കലാണ്ട. ഇവിടെ നിന്ന് ഇതെല്ലാം കഴിച്ചിട്ട് തിരിച്ച് മസനഗുഡി ടൗൺ വഴിയാണ് പോയത്. അവിടുത്തെ ചായക്കടയിൽ അവിടെ രാവിലെയും വൈകിട്ടും പോകുമായിരുന്നു. വൈകിട്ടായപ്പോൾ അവരുടെ കടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സവാള ബജി, മുട്ട ബജി, വാഴക്ക ബജി, ഇതെല്ലാം ഓരോന്ന് കഴിച്ചു, കാപ്പിയും കുടിച്ചു. ആൻഡ് തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട് റെനൽ വ്യൂവിലോട്ട് പോയി. ആൻഡ് ഡിന്നറിന് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, മൈനാച്ചിക്ക് പിന്നെ വൈറ്റ് റൈസ് എപ്പോഴും വേണം, ആൻഡ് സാലഡുകൾ, പിന്നെ ഒരു ബട്ടർ ചിക്കൻ. ഇത്രയും ഓർഡർ ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിരിച്ചു പോരുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു പന്നിക്കുട്ടി, കാട്ടുപന്നീനെ കിട്ടിയത്. എന്താ വേണ്ടേ? മാഗിയാണോ?